ഈ വ്യക്തി, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തി ഒരു യൂട്യൂബറാണ്. പബ്ലിക് കേരള എന്ന യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ റിപ്പോർട്ടിൽ വരികയുണ്ടായി. അതായത് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് ആ ചാനൽ കാണുന്നത്. ഇദ്ദേഹം തിരൂർ സ്വദേശിയാണ്. പേര് മുഹമ്മദ് നിസാൽ എന്നായിരുന്നു. ഇതിനു മുമ്പും ഇദ്ദേഹം 2ഓളം പോക്സോ കേസിൽ അകപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ വ്യക്തിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ പബ്ലിക് കേരള വന്ന ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിവരണങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ജയിലാണുള്ളത്, അറസ്റ്റിലാണുള്ളത്. അതായത് ഒരു പെൺകുട്ടിയുടെ പരാതിയിന്മേൽ ഇപ്പോൾ ഈ കക്ഷി ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ലൈവിൽ കൂടിയിട്ടാണ് പല പെൺകുട്ടികളും ഇദ്ദേഹം വരയിലാക്കുന്നു എന്നുള്ള രീതിയിൽ ആ ലൈവിലെ വീഡിയോയിൽ ഇദ്ദേഹം വളരെ പച്ചയായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതായത് ഈ ലൈവ് കാണുന്ന പെൺകുട്ടികൾ കൊടുക്കുന്ന കമന്റിന് അനുസരിച്ചിട്ടുള്ള ആ മറുപടി എന്താന്നുള്ള കാര്യം, അത് ഇതുപോലെയുള്ള കമ്മാടികളുടെ വരയിൽ അകപ്പെടുന്ന സ്ത്രീകളല്ലേ ആദ്യം നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. ഇദ്ദേഹം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് എത്തണമെങ്കിൽ സ്ത്രീകളെയും അദ്ദേഹം ആ സ്ത്രീകളുടെ വീട്ടിലേക്ക് കടന്ന് ആക്രമിച്ച് കയറിയിട്ടല്ല പീഡിപ്പിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വിളിക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചതിയിൽ പെടുന്നത് കൊണ്ടാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഒരു ചതിക്കുഴി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മാന്യവും മര്യാദവും അന്തസ്സും അഭിമാനവും ഉള്ള ഒരു സ്ത്രീയും ഇതുപോലെയുള്ള തമ്മാടികളുടെ വലയിൽ അകപ്പെടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. കാരണം പല ചതിക്കുഴികളും ഇപ്പം ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലൊക്കെയുള്ള പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ നല്ലവരായ സ്ത്രീകളൊന്നും ഇതുപോലെയുള്ളവന്റെ തമ്മാടികളുടെ വലയിൽ ഒരിക്കലും അകപ്പെടില്ല എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ ഇപ്പൊ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു പക്ഷം മാത്രം ഇവനെ മാത്രം കുറ്റപ്പെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇവന്റെ വലയിൽ അകപ്പെടുന്ന സ്ത്രീകളെയും കുറ്റപ്പെടുത്തണം, അവരെയും സമൂഹത്തിന് മുമ്പിൽ പച്ചയായി കാണിക്കണം. ഇവിടെ യാഥാർത്ഥ്യത്തിൽ ഒരു വീട്ടിലേക്ക് ഒരു പുരുഷൻ കയറി പോകണമെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീ ക്ഷണിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അതിക്രമിച്ച് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വാഹനം വെക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരും ഇവിടെ പോലീസും ഒക്കെ ഉണ്ട്. അല്ലാതെ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു പുരുഷനിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ കിന്നാര വാക്കുകൾ പറയുമ്പോൾ അതിന്റെ ചതിയിൽ പോയി പെട്ടിട്ട് തലവെച്ച് കൊടുത്തിട്ട് പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ മോങ്ങിയിട്ട് എന്താണ് ഇവിടെ പ്രയോജനം? ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും നല്ല സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഏതായാലും ഇതുപോലെയുള്ള തമ്മാടികൾക്ക് മാതൃകപരമായിട്ടുള്ള ശിക്ഷ നമ്മുടെ നിയമം കൊടുക്കണം. 2 പോക്സോ കേസിലെ പ്രതിയാണെന്ന അറിയാൻ കഴിഞ്ഞു. ഈ പോക്സോ കേസൊക്കെ ഒരു ലാഘവത്തോട് കൂടിയിട്ട് നടക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോയത് കൊണ്ടല്ലേ ഇവന് ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചിട്ടും വീണ്ടും ഇതുപോലെയുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ നിയമത്തെ കുറിച്ചിട്ട് പേടിയും ഇല്ല ഇതുപോലുള്ള തമ്മാടികൾക്കും ഇതുപോലുള്ള കുറ്റവാളികൾക്കും. അതുകൊണ്ട് മാതൃകപരമായിട്ടുള്ള ശിക്ഷയാണ് ഇതുപോലെയുള്ള ക്രിമിനലുകൾക്ക്. ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഇവൻ ക്രിമിനൽ തന്നെയാണ്. പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ വരയിലാക്കി സ്ത്രീകളുടെ മാനം കവരുന്നത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവനെ പോലുള്ള തമ്മാടികളെയും വരയിൽ അകപ്പെടാതിരിക്കാൻ ഇതുപോലെയുള്ള സ്ത്രീകൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്.